ഇന്നലെ ഞാൻ പറഞ്ഞൊരു കാര്യത്തിൽ എൻ്റെ സംസാരിച്ച വാക്കിൽ തെറ്റ് വന്നു. കർത്താവിൻ്റെ ദാസൻ മനോജ് എന്നെ ആ കാര്യം ഇന്നലെ വൈകിട്ട് ഓർപ്പിച്ചു. ക്രിസ്തുവിൻ്റെ തലയെന്നല്ല പറയേണ്ടത്, ക്രിസ്തു എന്ന തലയോളം. ക്രിസ്തുവിൻ്റെ തലയെന്ന് പറഞ്ഞാൽ തെറ്റാണ്. ക്രിസ്തുവിൻ്റെ തല എന്നല്ല, ക്രിസ്തു എന്ന തലയോളം. അങ്ങനെ, കാരണം ഞാൻ മലയാളം ഇവിടെ വരുമ്പോൾ മാത്രമാണല്ലോ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മലയാളത്തിൽ വരുന്ന തെറ്റുകൾ കറക്റ്റ് ചെയ്യുവാൻ നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിൻ്റെ ദാസൻ മനോജ് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ക്രിസ്തുവിൻ്റെ തലയല്ല, ക്രിസ്തു എന്ന തലയോളം എന്നാണ്. അപ്പോൾ നാം ഓരോരുത്തരും വളർച്ച പ്രാപിക്കേണ്ടത് ദൈവത്തിൻ്റെ സകല നിറവിനോളം, അതുകൂടാതെ ക്രിസ്തു എന്ന തലയോളം നാം വളരണം. ഇനിയും അതേ വിഷയത്തെ തുടർന്നായിട്ട് 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 16 വരെ നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 16 വരെ. വാക്യം കുറച്ച് നീണ്ട വാക്യമാണെങ്കിലും അതിൽ പല കാര്യങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നതിനാൽ ശാന്തമായി വായിക്കാം. 1 Corinthians chapter 2 verse 6 to 16. 1 Corinthians chapter 2 verse 6 to 16 വായിച്ചാൽ. എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു, ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവനായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. ദൈവം ലോക സൃഷ്ടിക്കും മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. ഇത് ലോകത്തിന്റെ പ്രഭുക്കന്മാരാരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്നെഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തന്നെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആർ അറിയും? അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാൽ അല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീകമായത് തെളിയിക്കുന്നു. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് ഭോഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കേണ്ടതാകിയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാകുന്നവനാർ? നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് രാവിലെയും ചുരുക്കം ചില പേരായ ഞങ്ങൾക്ക് നിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. പരിശുദ്ധാത്മാവേ, നീയാണ് ഞങ്ങളുടെ അധ്യാപകൻ. നീ ഞങ്ങളെ പഠിപ്പിക്കണമേ. നിന്റെ വചനം ഗ്രഹിപ്പാൻ എല്ലാവർക്കും കൃപ നൽകണമേ. ആരുടെയെങ്കിലും ഹൃദയത്തെ ഈ ലോകത്തിന് ദൈവം തടഞ്ഞു വയ്ക്കുന്നെങ്കിൽ അങ്ങനെയുള്ള മനസ്സുകൾ യേശുവിൻ്റെ നാമത്തിൽ തുറക്കപ്പെടുമാറാകട്ടെ. യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. ഇവിടെ നാം കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചതിനെ തുടർന്ന് ദൈവം നമ്മൾക്ക് വേണ്ടി എന്തെല്ലാമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാകാതിരിക്കുമ്പോഴാണ് നാം ഏറ്റവും വില കുറഞ്ഞ കാര്യങ്ങളിലേക്ക്, അനുഗ്രഹങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകുന്നത്. ദൈവം നമ്മെ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, ക്രിസ്തു എന്ന തലയോളം വളർന്നവരായി, ദൈവത്തിൻ്റെ സകല നിറവിനോളം നിറഞ്ഞവരായി, ദൈവത്തോടുകൂടെ സിംഹാസനങ്ങളിലിരുന്ന് ഭരിക്കേണ്ടവരാണ് വിശുദ്ധന്മാരാകുന്ന നാം എല്ലാവരും പിതാവിനെ പോലെ ആയിത്തീർന്ന്, ദൈവത്തെ പോലെ ആയിത്തീർന്ന്, ദൈവത്തിൻ്റെ സകല നിറവിനോളം നിറഞ്ഞവരായി, ക്രിസ്തു എന്ന തലയോളം വളർച്ച പ്രാപിച്ചവരായി സിംഹാസനത്തിൽ ഇരിക്കപ്പെടേണ്ടവരാണ്. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, നമ്മുടെ ആദിമകാലങ്ങളിൽ പുറമേയുള്ള മനുഷ്യനെ കുറിച്ചല്ല ചിന്തിച്ചിരുന്നത്,
പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകട്ടെ, അകമേയുള്ളവൻ നാൾക്ക് നാൾ ബലം പ്രാപിക്കട്ടെ. വേദപുസ്തകത്തിൽ കൂടെ നാം കാര്യങ്ങളുടെ ആഴങ്ങളിലേക്ക് വരുമ്പോൾ ഇന്ന് സംഭവിക്കുന്ന സകലതും ദൈവത്തിൻ്റെ പ്ലാൻ പ്രകാരവും വചനത്തിൽ എഴുതിയിട്ടുള്ളതനുസരിച്ച് മാത്രമാകും. ഇപ്പോൾ തന്നെ ഈജിപ്തിൽ വലിയ ബഹളം നടക്കുകയാണ്. അത് വാസ്തവത്തിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ വലിയൊരു വ്യതിയാനം വരുത്തത്തക്കവണ്ണം എന്ന് പറഞ്ഞാൽ അവരുടെ ശക്തിയെ ക്ഷയിപ്പിക്കത്തക്കവണ്ണമുള്ള സംഭവങ്ങൾ ദൈവം ആരംഭിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ മക്കളുടെ ബലത്തെ വർദ്ധിപ്പിക്കുവാനും അങ്ങനെ ആ ഭാഗങ്ങളിലുള്ള ഏറ്റവും വലിയ രാജ്യമായി നിന്നത് ഈജിപ്റ്റാണ്. ഈജിപ്തിൽ ഇപ്പോൾ ഇത്ര വലിയ പ്രയാസങ്ങൾ വന്നിരിക്കുന്നു. നാം ഇവിടെ ശാന്തമായി പാർക്കുന്നു, എന്നാൽ ആ പ്രദേശത്ത് പാർക്കുന്ന നമ്മുടെ ഇന്ത്യക്കാരായിരുന്നവരെല്ലാം അവിടുന്ന് പ്ലെയിനിൽ അവർ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്ന അറിഞ്ഞുകൂടാ. ആ സംഭവങ്ങൾ മറ്റുള്ള ആ രാജ്യങ്ങളിലേക്കും പടരുന്നതാണ്. കർത്താവിൻ്റെ വരവിൻ്റെ ഒരുക്കം, അതുകൂടാതെ എതിർ ക്രിസ്തു വരുമ്പോൾ അവനെ സ്വീകരിക്കാൻ എല്ലാവരെയും ഒരുക്കുന്ന, കാരണം എല്ലായിടത്തും ബഹളങ്ങൾ വർദ്ധിക്കുമ്പോഴാണ് ഒരു സമാധാന പുരുഷനെ അവർക്ക് ആവശ്യമായിരിക്കുന്നത്. ഞാൻ വളരെ ശ്രദ്ധയോടെ ചിന്തിക്കുമ്പോൾ വചനത്തെ നാം മനസ്സിലാക്കുമ്പോൾ എതിർ ക്രിസ്തു വരുമ്പോൾ അറബികളും ഇസ്രായേലും എല്ലാവരും ഒന്നിച്ചവനെ സ്വീകരിക്കാൻ ഒരുക്കമുള്ള ഒരു അന്തരീക്ഷം, ആ അന്തരീക്ഷത്തിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈജിപ്തിൽ നടക്കുന്നതായ ആ വലിയ ബഹളങ്ങൾ എത്ര ലക്ഷം ആളുകളാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പേപ്പറിലെ ടെലിവിഷൻ ന്യൂസ് കേൾക്കാൻ, റേഡിയോ ന്യൂസും കേൾക്കുന്നുണ്ട്. ടെലിവിഷൻ ന്യൂസ് കാണുവാൻ അവസരം ലഭിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ വലിയ ബഹളം വരികയാണ്. ഇതുവരെ ശാന്തമായിരുന്ന അറബികൾ ഭരിക്കപ്പെട്ടിരുന്നിടത്ത് ഈ സംഭവങ്ങൾ റഷ്യയിലോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലോ ഇന്ത്യയിലോ നടന്നാൽ അത് വേറെ. എന്നാൽ ഇത്ര ശക്തമായ മുസ്ലിം ഭരണകൂടത്തിൽ ഇളക്കം ഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ഭരണകൂടത്തിൽ അങ്ങനെ ഇളക്കം വരുന്നത് സാധാരണയല്ല. അവർ തന്നെ അത് അടിച്ചമർത്തുവാൻ കഴിവുള്ളവരാണ്. എന്നാൽ അവരെ കൊണ്ട് അടിച്ചമർത്തുവാൻ കഴിവില്ലാതെ വണ്ണം സമാധാനം അങ്ങനെ എല്ലായിടത്തും വിളകിക്കൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവിൻ്റെ സഭ എടുത്തുകൊള്ളപ്പെടുന്നതും ഈ ലോകത്തിൽ സമാധാനം എന്ന് പറഞ്ഞ് എതിർ ക്രിസ്തു വെളിപ്പെടുകയും ആ എതിർ ക്രിസ്തുവിനെ ഇസ്രായേൽ മക്കളും മുസ്ലിങ്ങളും ലോകരാഷ്ട്രങ്ങളും ഒന്നിച്ച് സ്വീകരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക്, അങ്ങനെയുള്ള ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ വരവ് ഇനി എത്ര അടുത്തു എന്ന് ദൈവമക്കൾ വളരെ ശ്രദ്ധയോടെ ചിന്തിക്കണം. ഈ ഈജിപ്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണ സംഭവമായി നിങ്ങൾ കരുതരുതേ എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ വരവിൻ്റെ ആ എതിർക്രിസ്തുവിന് വേണ്ടിയുള്ള ഒരുക്കം, കളയൊരുക്കമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എതിർക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടിയുള്ള കളയൊരുക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണമെന്ന് ഓർപ്പിക്കുന്നു. അപ്പോൾ ഈ സമയത്ത് ദൈവത്തിൻ്റെ പരിപാടി എല്ലാം വചനപ്രകാരം തന്നെ നടക്കുന്നു. ഇവിടെ ഈ വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വചനം തന്നെ ഒരു 2 ആഴ്ച 3 ആഴ്ച പഠിച്ചാലും ഇത് തീരുന്നതല്ല. എന്നാൽ നിങ്ങൾക്ക് എല്ലാവരും വചനം അറിയാവുന്നതുകൊണ്ടൊന്ന് തൊട്ട് മുൻപോട്ട് പോവുകയാണ്. തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു, ഈ ലോകത്തിൻ്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്ന ഈ ലോകത്തിൻ്റെ പ്രമുഖക്കാരുടെ ജ്ഞാനവുമല്ല. ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും. നിത്യതയുടെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. ലോക സൃഷ്ടിക്ക് മുൻപേ, അതിൻ്റെ 7-ാം വാക്യം, ലോക സൃഷ്ടിക്ക് മുൻപേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചത്. ഹല്ലേലൂയ. ലോക സൃഷ്ടിക്ക് മുൻപേ നമ്മൾക്ക് മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായി ദൈവത്തിൻ്റെ ജ്ഞാനം അത്രേ ഞങ്ങൾ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിനെ കുറിച്ച് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ട് ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. ഈ വാക്യത്തെ
ചില പ്രിയപ്പെട്ടവർ അറിയാതെ തെറ്റിതായി ഇന്നുണ്ട്. ചില പാവപ്പെട്ടവർ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നു, അതിനുശേഷം അവർക്ക് വീടൊക്കെ ആയി. എന്നിട്ട് ഈ വാക്യം എടുത്തിട്ട് കണ്ടോ, വീടായി, അല്ലെങ്കിൽ ഇതിനുമ്പ് അവർ നടന്നു പോയിരുന്നൊരു കാറൊക്കെ കിട്ടി. അപ്പോൾ അവർ ദൈവം തന്നെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല. പ്രിയമുള്ളവരെ, ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഒരുപക്ഷെ നിങ്ങൾ മുൻപേ ആ പ്രിയപ്പെട്ട ഒരു കാറോ വീടോ കണ്ടില്ലായിരുന്നെങ്കിലും എല്ലാം ലോകത്തിലുള്ളവർ കണ്ടിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്നും ആത്മീക അനുഗ്രഹങ്ങളല്ല, ശാരീരിക അനുഗ്രഹങ്ങളല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മുഴുവനും ആത്മീക അനുഗ്രഹങ്ങളാണ്. ചെവി കണ്ടിട്ടില്ലാത്ത, കണ്ണ് കണ്ടിട്ടില്ലാത്തത് ഒരു മനുഷ്യന്റെയും എന്ന് പറഞ്ഞാൽ തോന്നിയിട്ടുമില്ല, എന്ന് കണ്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെ അഴങ്ങിയിരുന്നല്ലോ. അതുകൊണ്ട് ഈ ഭൂമിയിൽ ലഭിക്കുന്നതായ ധനമോ സമ്പത്തിനെ കുറിച്ച് ഒന്നുമേ അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അറിയുന്നു, മനുഷ്യനുള്ളത് മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരാരറിയും? നാമോ ലോകത്തിന്റെ ആത്മാവിനെ, ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെയാണ് പ്രാപിച്ചത്. അതുകൊണ്ട് ദൈവത്തിന്റെ, അതുകൂടെ 10-ാം വാക്യം, നമുക്കോ ദൈവം തന്റെ ആത്മാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും അറിയുന്നു. ദൈവത്തിന്റെ ആത്മാവിൽ കൂടെ ദൈവം നമ്മൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ ആ വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ചും ദൈവത്തിന്റെ ആഴങ്ങളായ ദൈവത്തിന്റെ ജ്ഞാനം, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യെരമ്യാ പ്രവചനം 1:5 ഒന്ന് വായിച്ചാട്ടെ. യെരമ്യാ 1:5. യെരമ്യാ ചാപ്റ്റർ 1:5. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നിന്നെ ഉദരത്തിൽ ഉരുവാക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പ്ലാൻ അനുസരിച്ച് ഇപ്പൊ നിങ്ങൾ ഇത്രയും പേരിവിടെ വന്ന് ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുന്നു. ഇപ്പോൾ മസ്കറ്റിൽ ജോലിയോടുകൂടെ കർത്താവിന്റെ വേല ചെയ്യുന്ന കർത്താവിന്റെ ദാസനും നമ്മുടെ ഇവിടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ നിങ്ങളെല്ലാവരും കൂടെ വരുവാൻ കർത്താവ് ഇടയാക്കിയത് ദൈവത്തിന്റെ പ്ലാൻ അനുസരിച്ചാണ്. നമ്മെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത് എപ്പോഴാ? നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പറഞ്ഞ അല്ല. നമ്മൾ ജനിക്കുന്നതിന് മുന്നമേ, നമ്മൾ പാപികളായി ജീവിക്കുമ്പോൾ തന്നെ. അങ്ങനെ നമ്മെ നേരത്തെ ദൈവം അറിഞ്ഞിരിക്കുക. അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുൻപ് തന്നെ അവൻ നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്, ദൈവം നമ്മളെ മുൻകണ്ടിരുന്നത്, അതിന്റെ ആഴം എത്ര വലിയതാണെന്ന് നാം എല്ലാവരും നല്ലവണ്ണം മനസ്സിലാക്കണം. അവൻ നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവത്തിന്റെ ആഴങ്ങളെയും നാം അറിയണം. മനുഷ്യനുള്ളത് മനുഷ്യരാത്മാവല്ലാതെ മനുഷ്യരിൽ ആരും അറിയും. അതുകൊണ്ട് തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്ര പ്രാപിച്ചത്. നമ്മൾക്ക് ആത്മീകമായി ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത് നമ്മൾ കാണണം. അങ്ങനെ കാണുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ കഴിയുന്നത്. ഞാൻ മിലിറ്ററിയിൽ നിന്ന് റിസൈൻ ചെയ്തപ്പോൾ അന്ന് ഞാൻ നല്ല ബ്രൈറ്റ് ഓഫീസറായിരുന്നു. പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ ഞാൻ അവർക്ക് അസാധ്യമായ പല കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ എഞ്ചിനീയേഴ്സിൽ എനിക്ക് കർത്താവ് കഴിഞ്ഞു. അതുകൊണ്ട് എന്നെക്കുറിച്ച് നല്ല റിപ്പോർട്ടെല്ലാം എല്ലായിടത്തും പോയി എന്നെ ഒത്തിരി പൊഴുത്തിയൊക്കെ ചെയ്തു. ഞാൻ ജോലി സബ്സ്റ്റാൻറ്റീവ് ക്യാപ്റ്റനായിരുന്നു. ജോലി രാജിവെക്കാനായിട്ട് കർത്താവ് പറഞ്ഞപ്പോൾ രാജി എഴുതി കൊടുത്തപ്പോൾ ഉടനെ അവരെനിക്ക് പ്രമോഷനാണ് തന്നത്. ഞാൻ പറഞ്ഞു ഞാൻ പ്രമോഷൻ സ്വീകരിക്കുകയില്ല. അത് കഴിഞ്ഞെന്നാൽ അവർ പറയുന്ന ബാംഗ്ലൂർക്ക് നല്ലൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫറായിട്ട് അത് സ്വീകരിക്കുകയില്ല. അവർ പറഞ്ഞ് 2.5 വർഷം കൂടെ കാത്തിരുന്നാൽ നിനക്ക് പെൻഷൻ കിട്ടും, മിനിമം പെൻഷൻ കിട്ടും, 2.5 വർഷം കൂടെ. ഞാൻ പറഞ്ഞു അത് നടക്കുകയില്ല. അവർ പറഞ്ഞു ഗ്രാറ്റുവിറ്റി, അന്ന് ഗ്രാറ്റുവിറ്റി തന്നെ നല്ലൊരു തുകയുണ്ട്, എത്ര ലക്ഷം രൂപയുണ്ട്. അവർ പറഞ്ഞു 7 മാസം താമസിച്ചാൽ ഗ്രാറ്റുവിറ്റി കിട്ടും.
അത് കഴിഞ്ഞിട്ട് പോകാം. ഞാൻ പറഞ്ഞു അതിന് ഒക്കുകയില്ല. അപ്പോഴവർ പറഞ്ഞു നീ 7 കടലാസിൽ സൈൻ. പിന്നെ ഞാൻ ഉടനെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, കാരണം പെർമനന്റ് കമ്മീഷൻഡ് ഓഫീസർ ആയതുകൊണ്ട് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് മാത്രമേ എൻ്റെ റെസിഗ്നേഷൻ സ്വീകരിക്കാനൊക്കെയുള്ളൂ. ഒടുവിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു, പെർമനന്റ് കമ്മീഷന്റെ റെസിഗ്നേഷൻ സ്വീകരിക്കണം. അദ്ദേഹം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അന്നേരം 3 ജനറൽമാരെ അയച്ചു എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ. എന്തുകൊണ്ടാണ് ഇവൻ ഇത്ര നല്ല റിപ്പോർട്ടുള്ള, ഇത്ര നല്ല വിധത്തിൽ എന്നെക്കുറിച്ച് പല നല്ല കമന്റിനൊക്കെയുള്ള ഇവൻ എന്തുകൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നു? അപ്പോൾ അവർ 3 ജനറൽമാർ വന്ന് എന്നെ ചോദ്യം ചെയ്തു. ഉദംപൂരിൽ ചോദ്യം ചെയ്തു. അവർ പറഞ്ഞു നിനക്ക് ഇത്രയും നിന്നെക്കുറിച്ച് നല്ല റിപ്പോർട്ട് ഇതെല്ലാം ഉണ്ടല്ലോ, ഇത്ര നല്ല ബ്രൈറ്റ്. അപ്പോൾ എൻ്റെ വയസ്സും കുറവായിരുന്നു ആ സമയത്ത്. അപ്പോൾ എനിക്ക് ഇന്ത്യയുടെ എഞ്ചിനീയർ ചീഫ് ആകാനുള്ള, വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ മിലിറ്ററി എഞ്ചിനീയറിംഗ് ചീഫ് ആകാനുള്ള വയസ്സുണ്ട്. അത് ഞാൻ റിട്ടയർ ആകുമ്പോഴത്തേക്ക് എനിക്ക് അത്രേ ആവും. മറ്റു പലരുള്ളവരും പ്രായം കൊണ്ട് അവരതിനു മുമ്പേ പോകേണ്ടി വരുമായിരിക്കും. അങ്ങനെയുള്ള നിലയിലായിരുന്നു. അപ്പോൾ എന്നോട് പറയും ഇത്രയും നിനക്ക് നല്ലതുണ്ട്, നീ എന്തുകൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നു? എൻ്റെ തലയ്ക്ക് ഏതെങ്കിലും ഇതുണ്ടോ? അവർ 3 പേരും ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളെൻ്റെ റെസിഗ്നേഷൻ സ്വീകരിക്കുന്നെങ്കിൽ ഞാൻ എൻ്റെ സ്റ്റാറെല്ലാം ഊരി വെച്ച് തൊപ്പിയും തന്നിച്ച് പോകാൻ ഒരുങ്ങി വന്നിരിക്കുന്നത്. അപ്പോൾ അവരെന്നെ വളരെ പോഷനായി ചിന്തിക്കുകയായിരുന്നു. ഇത്രയും ഞാൻ 2500 രൂപ കൊണ്ടുവന്ന് അവർ പറഞ്ഞു നിനക്കിപ്പോൾ, ഞാനൊരു സ്കൂട്ടർ ലോൺ എടുത്തിരുന്നു, അതിന് ഉദംപൂർ ട്രഷറി 2500 രൂപ ക്രെഡിറ്റ് ചെയ്തിട്ടിറങ്ങി. അപ്പോൾ ഒരു ഇന്ത്യൻ ആർമിയിലെ എഞ്ചിനീയർ ഓഫീസർ എന്ന് പറഞ്ഞാൽ നല്ല സ്ഥാനം, നല്ല താമസിക്കാനുള്ള സൗകര്യം, കാറ്, വേലക്കാര് എല്ലാം ഉണ്ട്. എൻ്റെ ഭാര്യയ്ക്കാണെങ്കിലും ഒന്നും ചെയ്യും, നല്ല റോയൽ ലൈഫാണ്. എവിടെ പോകണമെങ്കിലും കുഞ്ഞുങ്ങൾ കരയുകയാണെങ്കിൽ കാറിലാണ് അവരെ, അല്ലെ ജീപ്പിലാണ് അവർ കൊണ്ട് കിടക്കുന്നത്. കാരണം അത്ര എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതെല്ലാം വിട്ടിട്ട് താഴേട്ടേക്ക് ഇറങ്ങുമ്പോൾ അവർ വിചാരിച്ച് ഞാൻ ഭ്രാന്തനാണ്. എന്നാൽ ദൈവകൃപയാൽ ആത്മാവിൽ ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത്, ആ വേലയ്ക്ക് വേണ്ടി എനിക്ക് ലഭിച്ച വിളി എത്ര ശ്രേഷ്ഠമാണ്, ദൂതന്മാർക്ക് പോലും കൊടുക്കാത്ത അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ആർമിയിൽ ഉള്ളതൊന്നും, ഞാൻ റിസൈൻ ചെയ്യുമ്പോൾ എനിക്ക് ഒടുവിലൊരു ജവാന്മാരെല്ലാം കൂടി ഓഫീസേഴ്സ് എല്ലാം കൂടി ഒരു സെൻഡ് ഓഫ് പോലെ നടത്തി. എനിക്ക് അവർ ഒടുവിലത്തെ സല്യൂട്ട് അടിക്കുമ്പോൾ 3/4 പേര് കരയുകയായിരുന്നു. 3/4 പേര് ഒടുവിൽ തന്നെ ഞങ്ങൾക്കൊരു ജനറൽ ലാസ്റ്റ് സല്യൂട്ട് എനിക്ക് തരിക. അപ്പോൾ അവർക്ക് സല്യൂട്ട് തരുമ്പോൾ അവരിങ്ങനെ സല്യൂട്ട് അടിച്ചുകൊണ്ട് കരയുക. കാരണം യുദ്ധസമയത്ത് ഞാൻ അവരോട് വളരെ സ്നേഹത്തോടെ ഇടപെട്ടു. അങ്ങനെയായിരുന്നു പാകിസ്ഥാന്റെ യുദ്ധസമയത്ത്. അവരെല്ലാം ഭയപ്പെട്ടിരുന്നപ്പോൾ, യുദ്ധം കഴിഞ്ഞു വന്നപ്പോഴും. അപ്പോൾ അങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴും അവർക്ക് ഞാൻ അങ്ങനെ വന്നപ്പോൾ അവർക്ക് വളരെ ദുഃഖം തോന്നി. എന്നാൽ അപ്പോഴും എൻ്റെ ഹൃദയം നന്ദിയാൽ നിറഞ്ഞതെന്തെന്ന് പറഞ്ഞാൽ, കർത്താവേ, അയോഗ്യനായിരുന്ന എന്നെ ഈ സുവിശേഷം നീ ഏൽപ്പിച്ചല്ലോ. അപ്പോൾ ആ സുവിശേഷം കൊണ്ട് എന്തുവാ നടക്കുന്നത്? ദൈവത്തോടുകൂടെ നിത്യമായി വസിപ്പാനുള്ള രാജാക്കന്മാരെ ഒരുക്കുന്ന വേലയാണ് സുവിശേഷ വേല. രാജാക്കന്മാരെ ഒരുക്കുന്നത്. ഈ ലോകത്തിലെ വേലയേക്കാൾ ഏറ്റവും ഉന്നതമാണ് കർത്താവിൻ്റെ വേല. അമേരിക്കൻ പ്രസിഡന്റ് ആകുന്ന, ഞാൻ പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് എൻ്റെ ബാഗ് എടുക്കാൻ പോലും യോഗ്യത അദ്ദേഹത്തിനില്ല. നിങ്ങൾ വിചാരിക്കും ഞാൻ അഹങ്കാരമായി പറയുകയാണ്. വാസ്തവമായി പറഞ്ഞാൽ എൻ്റെ ബാഗ് എടുക്കാൻ പോലും അമേരിക്കൻ പ്രസിഡന്റിനോ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിനോ യോഗ്യതയില്ല. അതിനേക്കാൾ എത്രയോ ഉയർന്നതാണ് കർത്താവിൻ്റെ വേല. കർത്താവിൻ്റെ വേലയെന്ന് പറഞ്ഞാൽ രാജാക്കന്മാരെ ഒരുക്കുകയാണ്. ഇപ്പോൾ ഈ വചനത്തിൽ കൂടെ ഞാൻ എന്താ ചെയ്യുന്നത്? കർത്താവിനോടുകൂടെ സിംഹാസനത്തിലിരുന്ന് വസിക്കേണ്ടവരായ രാജാക്കന്മാരുടെ ഒരുക്കത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ആ രാജാക്കന്മാർ എത്ര നാളാണ് രാജാക്കന്മാരായിരിക്കേണ്ടത്? നിത്യമായി രാജാക്കന്മാരായിരിക്കേണ്ടവരാണ്. അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചാക്കിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ സുവിശേഷം എത്ര വലിയതാണ്, എത്ര ആഴമേറിയതാണ്, എത്ര ഘനമേറിയതാണ്. അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയന്മാർക്ക് ആത്മീയമായി തെളിയിക്കുന്നു. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു.
ആത്മീയമായി വിവേചിക്കേണ്ടതാകിയാൽ അവന് ഗ്രഹിക്കാൻ കഴിയുന്നതല്ല. ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതല്ല. കർത്താവിൻ്റെ മനസ്സ് അറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നതാർ, നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അനേക ആഴമായ കാര്യങ്ങൾ നാം ആത്മാവിൽ ചിന്തിക്കുകയാണെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോട് ചിന്തിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് പെന്തക്കോസ്തിൻ്റെ ആരംഭ സമയങ്ങളിൽ ഈ ലോകത്തിലെ സ്ഥാനങ്ങൾ, മാനങ്ങളെല്ലാം പുച്ഛമെന്നെണ്ണിക്കൊണ്ട് ഓരോരുത്തർ ഇറങ്ങി വന്നത്. എന്നാൽ അങ്ങനെ ഇറങ്ങി വന്ന് കുറച്ച് കഴിഞ്ഞ് കാലക്രമേണ ആ ഉന്നതമായ സ്വർഗീയമായതിനോടുള്ള വില കുറഞ്ഞിട്ട് ഈ ലോകത്തിലേക്ക് ചിന്ത വന്നതുകൊണ്ട് അതിൻ്റെ സ്റ്റാൻഡേർഡ് കുറഞ്ഞു പോയതുപോലൊരു നിലയാണ് ഇപ്പോൾ നാം കാണുന്നത്. ആ കാലങ്ങളിൽ എന്ത് കഷ്ടം സഹിച്ചാലും എന്ത് ബുദ്ധിമുട്ട് സഹിച്ചാലും എല്ലാം ചപ്പും ചവറുമെന്നെണ്ണി അവരവരുടെ വീടുകളിൽ നിന്നിറങ്ങി കർത്താവിനെ പിൻപറ്റുവാൻ ഇടയായി. അങ്ങനെ ഇടയായതിൻ്റെ സന്തോഷം. എന്നാൽ ഇതിൻ്റെ മധ്യത്തിൽ ചില പ്രാകൃത മനുഷ്യർ ജഡീയന്മാരുടെ കയറി വന്നതുകൊണ്ട് പല കാര്യങ്ങളും ജഡീയമായ നിലയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ദൈവമക്കൾക്ക് ആ ഉന്നതമായ വിളിയെക്കുറിച്ചുള്ളതായ ദർശനം കുറയുകയും ഈ ലോക മനുഷ്യരെ പോലെ ആയിത്തീരാനുള്ള ആഗ്രഹവും വന്നുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് നമുക്ക് എഫേസ്യ ലേഖനം 3-ാം അധ്യായം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൻ്റെ 1 മുതൽ 20 വരെ വാക്യം നമ്മൾ വായിക്കാൻ പോകുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് പ്രസംഗിക്കാനുള്ള സമയമില്ല. എന്നാൽ ചില കാര്യങ്ങൾ വാക്യം മാത്രം ഓർപ്പിച്ച് മുൻപോട്ട് പോകാൻ. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 20 വരെ അത് വായിക്കുമ്പോൾ അനേക കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതെല്ലാം പറയുവാനില്ല. എന്നാൽ നിങ്ങളെല്ലാം ഇത് പഠിച്ചവരും ചിന്തിച്ചവരുമാണ്. എങ്കിലും ആ നിത്യതയുടെ വിഷയത്തോട് ചേരുന്നതാണ് ഇതെല്ലാം. അതുകൊണ്ട് വായിച്ചാട്ടെ. എഫേഷ്യർ ചാപ്റ്റർ 3 verse 1-20. एफिसियों की पत्री 3रा अध्याय 1 से 20 तक വായിച്ചാട്ടെ. അത് നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുയേശുവിന്റെ ബദ്ധനായിരിക്കുന്നു. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്ക് ഒരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ അത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളുമാകണമെന്നുള്ളത് തന്നെ. പിന്നെ വായിക്കാം. ഇവിടെ നമുക്ക് വെളിപ്പെടുത്തി മുൻപോട്ട് പോകാം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, എനിക്കൊരു മർമ്മം വെളിവായി വന്നു. അത് ഇതിനു മുൻപ് ആർക്കും അറിഞ്ഞിരുന്നില്ല. പൂർവ്വകാലങ്ങളിൽ അത് വെളിപ്പെട്ടിരുന്നില്ല. കൊലോസ്യർ 1:26 കൂടെ ഇതിനോട് ചേർത്ത് വായിച്ചാട്ട്. കൊലോസ്യർ 1:26. കൊലോസ്യർ 1:26 അതേ കാര്യം തന്നെ എടുത്ത് പറയുന്നുണ്ട്. ഇത് വീണ്ടും നമ്മൾ വായിക്കും. എന്നാൽ 26 വായിച്ചാട്ട്. കൊലോസ്യർ 1:26. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞുകിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ദൈവം തന്റെ ഹൃദയത്തിൽ വെച്ചിരുന്ന മർമ്മം ആദാമിന് മനസ്സിലായിരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹിതനായിരുന്ന അബ്രഹാമിന് മനസ്സിലായിരുന്നില്ല. മോശ ദൈവത്തോടുകൂടെ 2 പ്രാവശ്യം 40 ദിവസം ഇരുന്നു. എന്നിട്ട് മോശയ്ക്ക് ഇത് വെളിപ്പെടുത്തിക്കൊണ്ടില്ല. കർത്താവായ യേശുക്രിസ്തുവിനെ സ്നാനപ്പെടുത്തുവാനായി നിയോഗിക്കപ്പെട്ട അയച്ചതായി യോഹന്നാൻ സ്നാപകന് പോലും ആ കാര്യം വെളിപ്പെടുന്നില്ല. ആ മർമ്മം എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? 6-ാം വാക്യത്തിൽ, അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥർ വാഗ്ദത്തത്തിൽ പങ്കാളികളുമാകുള്ളതെന്ന് തന്നെ. ഏക ശരീരസ്ഥർ. ഈ മർമ്മം എന്ന് പറഞ്ഞാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, സഭ, ഇത് 4 കൂടെ കൂടി ഏക ശരീരസ്ഥരായി തീരുക. ഒരു ശരീരം ആയിത്തീരുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരു ശരീരസ്ഥർ. അതിനോടുകൂടെ ആരുടെ ചേരണം?
സഭയാകുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കളും ചേർന്ന് ഏക ശരീരസ്ഥരാകുക എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ ദൈവത്തിന്റെ നിറവിനോളം നിറഞ്ഞു വരിക. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, വലിയവനായ ദൈവത്തിന് മുൻപാകെ സിംഹാസനങ്ങളെ വെച്ചു, അതിൽ ന്യായവിസ്താര സഭ ഇരുന്നു. ആ ന്യായവിസ്താര സഭയെന്ന് പറയുന്ന വിശുദ്ധന്മാരാകുന്ന നാമാണ്. അപ്പോൾ ദൈവത്തോടുകൂടെ നാം ഏക ശരീരസ്ഥരായി തീരുക. ദൈവത്തിന്റെ സ്വഭാവം നാം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുമല്ലോ എങ്ങനെയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ വായിച്ചാൽ മനസ്സിലാവും. അവിടെ എങ്ങനെയാണ് അവർ പറയുന്നത്? ദൈവം 1:26. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യം. അപ്പോൾ ദൈവത്വത്തിൽ വരുന്നത് ഞാനല്ല. എന്താണ് വരുന്നത്? നാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന നാം. ഇനിയും അവർ പാപം ചെയ്തു, അതിനുശേഷം വെള്ളപ്പൊക്കമുണ്ടായി, കോട്ട തകർക്കാനായപ്പോൾ അവിടെയും വെള്ളപ്പൊക്കം കൊണ്ട് നടത്തിയപ്പോൾ ദൈവം എന്താണ് പറയുന്നത്? 11-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിച്ചാൽ, വരുവീൻ നാം ഇറങ്ങിച്ചെന്ന് വരുവീൻ നാം ഇറങ്ങിച്ചെല്ലുക. അവിടെ നാം എന്നുള്ള ശബ്ദമാണ് അവിടെ കാണാൻ കഴിയുന്നത്. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം വായിക്കാം. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും? അപ്പോൾ ദൈവത്വത്തിൽ വരുന്നത് ഏക ശരീരസ്ഥ. അപ്പോൾ നാം വളർച്ച എത്രമാത്രം പ്രാപിക്കണം? ദൈവത്തിന്റെ ശരീരത്തിനോട് യോജിക്കുന്ന നിലവിൽ ഏക ശരീരസ്ഥരാകുന്ന ആ അളവ് വരെ നമ്മൾ വളർന്നേ മതിയാകുള്ളൂ. ഏക ശരീരസ്ഥരാകും. വീണ്ടും വായിച്ചാട്ടെ, 7-8 അങ്ങനെ തുടർന്ന് വായിച്ചാട്ടെ. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 7 മുതൽ തുടർന്ന് വായിച്ചാട്ടെ. ആ സുവിശേഷത്തിന് ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായി തീർന്നു. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിയായി വരുന്നു. ദൈവത്തിന്റെ ജ്ഞാനം ഇപ്പോൾ ദൂതന്മാർക്ക് പോലും സഭ മുഖാന്തരമാണ് എന്ത് ചെയ്യുന്നത്? വെളിപ്പെട്ടു വരുന്നത്. അപ്പോൾ സഭ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ശരീരം, ഏക ശരീരസ്ഥർ. ദൈവം നമ്മൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ ഉന്നതമായ സ്ഥാനം നോക്കിയാൽ ഇവിടുത്തെ എത്ര ഏക്കർ ഭൂമിയാണെങ്കിലും അത് വെറും വിലയില്ലാത്തത്. ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയട്ടെ, കരിങ്കുറ്റിക്കൽ പ്രദേശത്ത് ഉള്ള വിശ്വാസികളിൽ ഞങ്ങൾ അന്ന് കുറച്ച് പണമുള്ളവരായിരുന്നു. മറ്റുള്ളവരെക്കാൾ കുറച്ച് കൂടുതലായി വസ്തുവും നെല്ല് വിതയ്ക്കാനുള്ള കണ്ടും അതൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരുമാതിരി മറ്റുള്ള വലിയ ധനികരല്ലായിരുന്നു. എന്നാൽ അവിടെയുള്ള വിശ്വാസികളെക്കാൾ കുറച്ചൊക്കെ നല്ല നടന്നു. കർത്താവിൻ്റെ ദാസന്മാർ വന്ന് ഞങ്ങളുടെ വീട്ടിലാണ് കൂടുതൽ താമസിച്ചുകൊണ്ടിരുന്നത്. ഓരോ വിധത്തിലും മുൻപോട്ട് പോകുന്ന ഒരവസ്ഥയായിരുന്നു. അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ കർത്താവ് ഞങ്ങളെ, എൻ്റെ മാതാവിനെയും പിതാവിനെയും അനുഗ്രഹിച്ചു. ഞങ്ങളങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. ഭൗതികമായ നന്മകളിൽ കൂടെ കർത്താവിനെ സേവിച്ചും അങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ പലവിധ പ്രയാസങ്ങൾ വരുമ്പോഴെല്ലാം എൻ്റെ പിതാവ് അവിടെ ഇരുന്ന് ഒരു പാട്ട് പാടുമായിരുന്നു.
അരക്കാശിനും മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ 33 കൊല്ലം പാർത്തേലത്തിൽ പാർത്തല്ലോ നീ. ഈ പിതാവ് എല്ലാ ദിവസവും രാവിലെ ഈ പാട്ട് പാടുമ്പോൾ, അന്ന് ഞാൻ പരിശുദ്ധാത്മാവ് പ്രാപിച്ചവനായിരുന്നു, ഞാൻ കരഞ്ഞോണ്ട് പറയുമായിരുന്നു കട്ടിലേക്ക് കിടന്നുകൊണ്ട്. അപ്പച്ചൻ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ഈ പാട്ട് പാടും. അന്ന് കരികുറ്റിക സഭയിൽ എല്ലാവരെക്കാളും കുറച്ച് പണമുള്ളവരും കൺവെൻഷനൊക്കെ നടത്തുകയും, കാരണം തേങ്ങായ ബിസിനസ് ഉണ്ടായിരുന്നു, അതുപോലെ കുരുമുളകിന്റെ ബിസിനസ് ഉണ്ടായിരുന്നു, അതുപോലെ നെല്ലും കപ്പയും ഒക്കെ ധാരാളം ഉണ്ടായിരുന്നു. കർക്കിടക മാസത്തിൽ പല വിശ്വാസികൾ പട്ടിണിയായി കിടക്കുമ്പോൾ ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. അപ്പോഴും എൻ്റെ പിതാവ് പാടിക്കൊണ്ടിരുന്ന എന്താണ്? അരക്കാശിന് മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ. അപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവേ എനിക്കെന്ന് ആ ഭാഗ്യം ലഭിക്കും. പിന്നെ എൻ്റെ പിതാവിന് കുരുമുളകിന് വളരെ നഷ്ടമുണ്ടായി, ആ വസ്തു വിൽക്കേണ്ടി വന്നു, മറ്റു പല സംഭവങ്ങൾ വന്നു, വളരെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. കർത്താവ് ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഞാൻ കർത്താവിൻ്റെ വേലയിൽ ജോലി രാജിവെച്ച് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അമേരിക്കയിൽ എനിക്ക് താമസിക്കത്തക്ക പോലെ എല്ലാ സൗകര്യങ്ങളും അവരൊരുക്കി. 10-12 ഏക്കർ സ്ഥലം, ടെലിവിഷൻ സ്റ്റേഷൻ, റേഡിയോ സ്റ്റേഷൻ, 2 വലിയ വീട്, 2 കാറ്, ഇതെല്ലാം ക്രമിച്ച് അവർ നിങ്ങൾ ബെൽവിൽ ഫുൾ ഗോസ്പൽ ചർച്ച് വൈറ്റ് വെള്ളക്കാരുടെ സഭയിൽ അവർ സീക്രട്ട് വോട്ടിട്ട് എന്നെ സെലക്ട് ചെയ്തു. ഞാൻ പ്രസംഗിക്കും, അവിടെ യോഗങ്ങളൊക്കെ റിവൈവൽ മീറ്റിംഗൊക്കെ പല പ്രാവശ്യം നടത്തിയിട്ടുണ്ട്. അവർ പറഞ്ഞു നീ ഇവിടുത്തെ പാസ്റ്ററായിട്ടിരിക്കണം, ലോകമല്ല ഫുൾ ഗോസ്പൽ മിഷണറി അസോസിയേഷന്റെ പ്രസിഡന്റുമായി അങ്ങനെ പോകണം. ഞാൻ പറഞ്ഞു, എന്നെ 2 പേര് പാസ്റ്റർമാരിടത്തും വരത്ത് ഇരുന്നിട്ട് വളരെ നിർബന്ധിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് ഒക്ലഹോമയിൽ ഒരു വലിയ അതുപോലെയായി, അതിൽ അങ്ങനെ പല ഓഫറായി. ജമ്മുവിൽ ഞങ്ങൾ വാടക വീട്ടിൽ താമസിക്കുമ്പോൾ ആലബാമയിൽ നിന്നൊരു അവിടുത്തെ സഭ, അവിടെയും പല യോഗങ്ങൾ നടത്താൻ വെള്ളക്കാരാണ്. അവർക്ക് പ്ലെയിൻ ഫാക്ടറി ഉള്ള മെമ്പേഴ്സ് ആ സഭയിലുണ്ട്. അതിൽ ഡോക്ടർ തിമോത്തി എന്ന് പറഞ്ഞ ഒരാൾ, ഞാനവിടെ അദ്ദേഹം പിന്മാറ്റത്തിലാണ് ഞാൻ ചെന്നപ്പോൾ കർത്താവ് അദ്ദേഹത്തെ ഉണർത്തിക്കൊണ്ടുവന്നു. അദ്ദേഹം അവിടുന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരികയാണ്, നിന്റെ കൂടെ എനിക്ക് 2 ആഴ്ച താമസിക്കണം. ഞാൻ പറഞ്ഞു ഞാനൊരു ചെറിയ വാടക വീട്ടിൽ താമസിക്കാം, ചെറിയ വീടാണ്, ഇല്ല അതിൽ തന്നെ താമസിക്കാം. അങ്ങനെ താമസിച്ചുകൊണ്ട് വെളിയിലെല്ലാം പോയി. ഞാൻ വളരെ ബിസി ആയിരുന്നത് കൊണ്ട് മറ്റ് സഹോദരന്മാരെ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം വന്നതിൻ്റെ 12ാമത്തെ ദിവസം എന്നോട് രാവിലെ പറഞ്ഞു ഒരു സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞ്. ഞങ്ങളുടെ അവിടെ തന്നെ ജഡ്ജസ് ഒക്കെ താമസിക്കുന്ന പോഷ് കോളനിയുണ്ട് ജമ്മുവിൽ. അവിടെ കുറച്ചേറെ സ്ഥലം അവർ മാർക്ക് ചെയ്തിട്ട് എനിക്ക് വേണ്ടി 3 നില കെട്ടിടം പണിയാൻ അവർ സഭയായി തീരുമാനിച്ചു വന്നിരിക്കുകയാണ്. അതിൻ്റെ ബ്ലൂ പ്രിന്റും അമേരിക്കയിൽ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അതിൻ്റെ താഴത്തെ നിലയിൽ ആരാധന, അതിൻ്റെ മുകളിൽ ഞങ്ങൾക്ക് താമസിക്കാൻ, അതിൻ്റെ മുകളിൽ ഓഫീസ്, അണ്ടർഗ്രൗണ്ടിൽ പെർമനന്റ് ജനറേറ്റർ, കാരണം ഇലക്ട്രിസിറ്റി പ്രോബ്ലം, എല്ലാം പ്ലാൻ എല്ലാം വരച്ച് അവരുടെ സഭയുടെ ഗിഫ്റ്റായിട്ട് എനിക്ക് തരാനായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു 10-60 പേരുണ്ട്, കോൺട്രാക്ടറുണ്ട്, എല്ലാം ചുണ്ണാമ്പൊക്കെ ഇട്ട് എന്നോട് പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് ആദ്യം ഞാൻ എന്ത് ചെയ്യണം, ഗ്രൗണ്ട് ബ്രേക്കിംഗ് സെറമണി അതിനുവേണ്ടി വന്നിരിക്കുക. കോൺട്രാക്ടർ അവിടെ ഉണ്ട്, ഇവരെല്ലാം ഉണ്ട്. എന്നോട് പ്രാർത്ഥിച്ച് തുടങ്ങാമെന്ന് പറഞ്ഞു. അദ്ദേഹം എനിക്ക് സർപ്രൈസ് ഗിഫ്റ്റായിട്ട് തരാനാണ്. ഞാൻ പറഞ്ഞു സഹോദര, പരദേശിയായി പാർക്കുവാൻ കർത്താവ് എന്നെ വിളിച്ചിരിക്കുമ്പോൾ ഇതാണോ എനിക്ക് വേണ്ടിയത്? 1 മിനിറ്റ് പോലും എനിക്ക് ചിന്തിക്കേണ്ട സമയം വന്നില്ല. കുറഞ്ഞതൊരു 3 കോടി രൂപയുടെ കെട്ടിടമാണ്. 1-2 കൊല്ലം അമേരിക്കൻ ഫാഷനുള്ള വലിയ ഇതെല്ലാം, മുഴുവൻ എയർ കണ്ടീഷൻ, എത്ര റൂമുകളാണ്. ആ സ്ഥലം തന്നെ ജഡ്ജസ്മാരുടെ പോസ്റ്റ് കോളനി, ആ സ്ഥലം തന്നെ നല്ല വിലയാണ്. എനിക്കതിന് തീരുമാനിക്കാൻ 1 മിനിറ്റ് പോലും വേണ്ടി വന്നില്ല. സഹോദര ക്ഷമിക്കണം, ഞാൻ പരദേശിയായി താമസിക്കാൻ വന്ന് എനിക്കിതാണോ? അദ്ദേഹം പറഞ്ഞു ഞാൻ ഇത്ര രൂപ ചെലവ് ചെയ്തു, കോൺട്രാക്ടർ കൊടുത്തു, വസ്തുവിന് അഡ്വാൻസ് കൊടുത്തു. ഞാൻ പറഞ്ഞു അതൊന്നും എനിക്കറിഞ്ഞുകൂടാ, എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞു പോരുവാനിടയായി. ഞാൻ പറഞ്ഞത്, ആ ഉന്നത വിളി ലഭിച്ചവരുടെ മുൻപിൽ ഈ ലോകത്തിലെ സമ്പത്തുകൾ വെറും ചപ്പും കുപ്പയുമാണ് എന്ന് പറയാനാണ് ഞാൻ വന്നത്. എനിക്കതിന് ചിന്തിക്കാനോ പ്രാർത്ഥിക്കാനോ. അത് കഴിഞ്ഞ് വന്നപ്പോൾ അവരെന്ത് ചെയ്തു, പുള്ളിക്കാരൻ ടാറ്റ ഏജൻസിയിൽ പോയി, നേരത്തെ ടാറ്റ ഏജൻസിയിൽ പോയിട്ട് അവിടെ ഒരു വാൻ ബുക്ക് ചെയ്തു, എയർ കണ്ടീഷൻ വാൻ. അത് ബോംബെയിൽ നിന്ന് പൂനായിൽ അയച്ചിരിക്കുകയാണ്. അതിനകത്ത് എനിക്ക് ടോയ്ലറ്റ് ഉണ്ടായിരിക്കും,
ബെഡ്റൂം ഉണ്ടായിരിക്കും, ഓഫീസ് റൂം ഉണ്ടായിരിക്കും. അപ്പം ഞാൻ ഓരോ സ്ഥലത്ത് പോകുന്നുണ്ടെങ്കിൽ ഞാൻ കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ. അവർ പറഞ്ഞു ഇതും കംപ്ലീറ്റ് ചെയ്ത് 1.5 ആഴ്ചയ്ക്ക് അതിവിടെ വരും, അതിൻ്റെ പകുതി പണവും ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞു. അതിൻ്റെ ഫോട്ടോ, അതിൻ്റെ ഡയഗ്രാം എന്നെ കാണിച്ചു. ഇതുപോലെയാണ്, ഇങ്ങനെയാണ് ടോയ്ലറ്റ് ഉണ്ടായിരിക്കുക. അപ്പം നിനക്ക് എവിടെ ചെന്നാലും താമസിക്കാൻ പ്രയാസമില്ല, എയർ കണ്ടീഷൻഡ് ആണല്ലോ. അപ്പോൾ ഓരോ ഗ്രാമത്തിലും പോയി കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞു എൻ്റെ കൂട്ടുവേലക്കാരായ സഹോദരന്മാർക്ക് പലർക്ക് സൈക്കിള് പോലും ഇല്ല, ഞാൻ നേരെ എയർ കണ്ടീഷൻ വാനിൽ പോവുകയാണോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സഹോദര എനിക്ക് ആവശ്യമില്ല. പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ എൻ്റെ പകുതി പണം കൊടുത്തു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു ഈ പകുതി കൊടുത്താൽ മുതൽ എനിക്ക് ആവശ്യമില്ല എന്ന് പറയാനിടയായി. അത് നഷ്ടം സഹിക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞത് ഉന്നതമായ വിളി ലഭിച്ച ആ കാര്യങ്ങൾ കുറച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ളത് എത്ര ആകർഷണമായാലും അതിന് ഒരു വിലയുമില്ല എന്ന് മനസ്സിലാവും. ഞാൻ അനുഭവത്തിൽ കൂടെ പറയുന്ന കാര്യമാണ്, ആരുടെയും കടമെടുത്ത് പറയല്ല. അതിലൊരു ടെംപ്റ്റേഷൻ വരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ 3 നില കെട്ടീഷ് കുറഞ്ഞ്, അത് അമേരിക്കൻ സ്റ്റൈലിലാണ്, മുഴുവൻ എയർ കണ്ടീഷൻഡാണ്. വലിയ പവർ ഹൗസ് പോലെ ജനറേറ്ററിന്റെ ക്രമീകരണം ചെയ്തിരിക്കുകയാണ്. അതിന്റെ മെയിൻ്റനൻസ് എല്ലാം അവർ മാസം തോറും അവിടെ നിന്ന് ക്രമീകരിക്കും. ഇങ്ങനെ പറഞ്ഞിട്ട് അവർ ചെയ്തത് എനിക്ക് ഗിഫ്റ്റായിട്ട് തരികയാണ്. ഞാൻ അവിടെ ചെന്ന് 5 ദിവസം യോഗം നടത്തുമ്പോൾ വലിയ ഉണർവായി. അവരുടെ സഭയിൽ ഒരുപാട് അനുഗ്രഹം ഉണ്ടായി. എല്ലാം വെള്ളക്കാരാണ്. അതുകൂടാതെ എൻ്റെ മകളെ അവിടെ കൊണ്ടുപോയി, അമേരിക്കയിൽ കൊണ്ടുപോയി അവരുടെ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ച് അവിടുന്ന് വലുതാക്കാൻ അതിനെല്ലാം ക്രമീകരണം അവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മകളോട് അവൾ സംസാരിച്ചു. എൻ്റെ മകൾക്ക് ഒരല്പം മനസ്സ് വന്നു. അവൾ പറഞ്ഞു പപ്പ ഞാൻ അവിടെ പോയി പഠിച്ചിട്ട് ചൈനയിൽ വന്ന് കമ്പ്യൂട്ടർ എഞ്ചിനീയറായിട്ട് വന്ന് പപ്പ വേലയെ ഞാൻ സഹായിക്കാം കമ്പ്യൂട്ടർ. ഞാൻ പറഞ്ഞു കർത്താവേ എൻ്റെ മകളോട് നീ സംസാരിക്കണമേ. ഞാൻ പറയുന്നില്ല. ഞാൻ ഒരു പ്രാവശ്യം ചൈനയിൽ പോയിച്ച് മടങ്ങി വന്നപ്പം എൻ്റെ മകൾ പറയാം പപ്പ എനിക്ക് എങ്ങും പോകണ്ട, എൻ്റെ യേശുവിൻ്റെ നിന്ന ചുമന്നുകൊണ്ട് എനിക്ക് പാളയത്തിന് പുറത്ത് പോയി കഷ്ടം സഹിച്ചാൽ മതിയെന്ന് അവൾ തന്നെ കരഞ്ഞുകൊണ്ട് പറയാനിടയായി. ഞാൻ അവളെ പിടിച്ച് ചുമ്മിച്ചിന്നും അതേ രീതിയിൽ അവൾ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ഞാൻ പറയുന്നത് പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്തിലേക്ക് ആകർഷണം വന്നുകൊണ്ടിരിക്കുന്നതെന്നാൽ ആഴമായ വചനം ജനങ്ങളെ എത്ര പേര് ഗ്രഹിപ്പിക്കുന്നു എന്നുള്ളതാണ്. ആഴമായ വചനം. ഞങ്ങൾ വടക്കേ ഇന്ത്യയിൽ ഞങ്ങളുടെ പെരുമയല്ല, ഈ കഷ്ടങ്ങളെല്ലാം സഹിച്ചു വരുന്നവരില്ല. ഞാൻ ഇങ്ങനെ ആഴമായ വചനങ്ങൾ പഠിപ്പിക്കുന്നത് കൊണ്ട് ദൈവമക്കൾക്ക് വിട്ടേച്ചു പോരാൻ ഭാരം വരുന്നില്ല, പ്രയാസമുണ്ടാകുന്നില്ല. അവർക്കുള്ള നന്മ, വലിയ വലിയ കെട്ടിടങ്ങളെ, വലിയ വലിയതായ സൗധങ്ങളെ വിട്ട് ഇറങ്ങി വരുന്നതിന് അവർക്കൊരു പ്രയാസവും വരുന്നില്ല. ഇതിൻ്റെ നേരെ തിരിച്ചാണ് അനുഗ്രഹം പഠിപ്പിക്കുന്നത്. അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവസഭയെ നശിപ്പിക്കാൻ സാത്താനാൽ അയക്കപ്പെട്ട ദൈവദാസന്മാരെന്ന് അവർ പേര് പറയലും അവരുടെ മേൽ അഭിഷേകം സാത്താന്റെ അഭിഷേകമാണ്. ദൈവത്തിന്റെ അഭിഷേകം അല്ലവേ അല്ല, സാത്താന്റെ അഭിഷേകമാണ്. അതുകൊണ്ട് ഇറങ്ങി ദൈവം അത് അനുവദിച്ചിരിക്കുന്നത് എന്തിനാണ്? ഇതിൻ്റെ ഇടയ്ക്ക് ഇതിനെ വേണ്ട എന്ന് സത്യത്തിനു വേണ്ടിയുള്ളത് കൊണ്ട് ദൈവം അരിപ്പ പോലെയാണ് ഇവരെല്ലാം അയച്ചിരിക്കുന്നത്. ഈ വിശുദ്ധന്മാർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വന്നവരുടെ അരിപ്പ പോലെ അരിച്ചെടുക്കാനാണ് എന്താണ് അനുഗ്രഹത്തിൻ്റെയും അത്ഭുതങ്ങളുടെയും അങ്ങനെയുള്ളവരെ ദൈവം അയച്ചിരിക്കുന്നത്. എന്തെന്നാൽ അതിൻ്റെ പുറകെ പോകുന്നവർ പൊയ്ക്കൊള്ളട്ടെ, അനുഗ്രഹം വേണ്ടിയവർ ഈ ലോകത്തെ സംബന്ധിച്ചോട് പൊയ്ക്കൊള്ളട്ടെ. ഇതിന്റെ മധ്യത്തിൽ നിന്ന് ഈ ദൈവത്തെ പോലെ അവന്റെ കൂടെ ഇരുന്ന് വാഴുവാൻ യോഗ്യരായ ഉന്നത വിളി ലഭിച്ച് ഉറപ്പ് ലഭിച്ചവർ വേറെ ആകട്ടെ. അതിനുവേണ്ടിയാണ് ദൈവം ഇതെല്ലാം ചെയ്തോട്ടെ. അതുകൊണ്ട് ഇതെല്ലാം ദൈവം അറിഞ്ഞതുകൊണ്ട് ചെയ്യുകയാണ്. നിങ്ങൾ വായിച്ചാട്ട് 2 തെസ്സലോനി 2 അതിന്റെ 7 മുതൽ വായിച്ചാട്ടെ. ദൈവം എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്? അത്ഭുതങ്ങളും അടയാളങ്ങളും ധാരാളം വന്നിട്ട് ദൈവജനങ്ങളെ തെറ്റിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നു. 2 തെസ്സലോനി അതിന്റെ 2 ആണെന്ന് തോന്നുന്നു, അതിന്റെ 7 മുതൽ വായിച്ചാട്ടെ. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അത് ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം
വ്യാജമായ സകല ശക്തിയോടും, സാത്താന്റെ വ്യാപാര ശക്തിയോടും വ്യാജമായ സകല ശക്തിയോടും, അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടി ആയിരിക്കും. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാതെ ഇരിക്കാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. വ്യാജത്തിന്റെ വ്യാപാര ശക്തി ഇന്ന് ദൈവസഭയിൽ കടന്നിരിക്കുകയാണ്. മറ്റുള്ളിടത്ത് മറ്റ് ശക്തികൾ പ്രവർത്തിക്കുന്നു. ദൈവസഭയിൽ യേശുവിന്റെ നാമത്തിൽ വ്യാജത്തിന്റെ വ്യാപാര ശക്തി വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് അത്ഭുതങ്ങളും അടയാളങ്ങളുടെയും പുറകെ നമ്മെ ഓരോരുത്തരെയും ക്രിസ്തുവിൽ തികയുള്ളവരാക്കി തീർക്കുവാൻ അപ്പോസ്തലന്മാർക്ക് കർത്താവ് കൊടുത്തിരിക്കുന്ന ശുശ്രൂഷ എന്താണ്? എഫേസ്യ ലേഖനം 4-ാം 11 മുതൽ വായിച്ചാട്ട്, 4 മുതൽ 11 വരെ, 4:11 മുതൽ വായിച്ചാൽ നമ്മൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ എന്താണ്? അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഏക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു. അങ്ങനെ നാം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ എന്ത് വർധന? ആത്മീക വർധനയ്ക്കും. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, എന്ത് വർധന? ആത്മീക വർധന, ഭൗതിക വർധനയല്ല, ആത്മീക വർധന. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞൊഴുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ശരീരം മുഴുവനും യുക്തമായി ചേർന്നും ഏകീഭവിച്ചും ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിപ്പാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളെ കർത്താവ് ശുശ്രൂഷകന്മാരെ, അപ്പോസ്തലന്മാരെ, പ്രവാചകന്മാരെ, അതുപോലെ പാസ്റ്റർമാരെ, പഠിപ്പിക്കുന്നവരെ ആക്കി 5 വിധ ശുശ്രൂഷ തന്നിരിക്കുന്നത് ക്രിസ്തുവിന്റെ ശരീരം പണിയപ്പെടണം. ആ ക്രിസ്തുവിന്റെ ശരീരത്തിൽ തോമാച്ചനെ, മറിയാമ്മേ, മത്തായിച്ചിനെ എല്ലാം പണിതും മുറിച്ചെടുത്ത് ഫിറ്റാക്കണം. അതാണ് നമ്മൾക്ക് തന്ന ശുശ്രൂഷ. അല്ലാതെ രോഗികളെ സൗഖ്യമാക്കി അത്ഭുതം നടത്തി അനുഗ്രഹം കൊടുക്കുക അല്ല. അത് സാത്താന്റെ വേലയാണ്. ഞാൻ മുഴുവൻ ഇങ്ങനെയുള്ള അനുഗ്രഹക്കാരെ ചലഞ്ച് ചെയ്ത് പറയുകയാണ്. ലോകം മുഴുവൻ ഞാൻ പറയുന്നു, എല്ലായിടത്തും പറയുന്നു. സാത്താന്യ അഭിഷേകം, 100% സാത്താന്യ അഭിഷേകം. എന്നാൽ ഇതിന്ന് സഭയ്ക്കകത്ത് കയറി ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ശക്തിയാണ് ഈ 10 കൊമ്പും 7 തലയുമുള്ള മഹാമൃഗം. അതിന്റെ ശക്തിയാണ് ഈ പ്രവർത്തിക്കുന്നത്. അതിന്റെ പുറകെ, അതിന്റെ ആ മൃഗത്തിന്റെ പുറത്തിരിക്കുന്ന വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആ സ്ത്രീയും ഏകമതം, അതിന്റെ ശക്തിയോടുകൂടെ സർവ്വലോക മതമാണ് പ്രവർത്തിക്കുന്നത്. അതാണ് പെന്തക്കോസുകാരുടെ ഇടയിലും കിടന്ന് ചാട്ടവും ബഹളവും കൂട്ടുണ്ടാക്കി അത്ഭുതങ്ങൾ നടത്തി ദൈവം അനുവദിച്ചത്. എന്തിനാണ്? ഈ പെന്തക്കോസുകാരുടെ ഇടയിൽ കയറി വന്ന ലൗകികന്മാരെ എല്ലാം ഒന്ന് മാറ്റാനാണ്. അതിൻ്റെ ഇടയ്ക്ക് വാസ്തവമായി ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട സിംഹാസനത്തിരിക്കാൻ യോഗ്യരായവരെ തിരിച്ചറിയണം. അതുകൊണ്ട് ഈ അരിപ്പ പ്രസ്ഥാനമായി നടക്കുന്നത്, ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഇത് അനേകായിരങ്ങളെ വഞ്ചിക്കുന്നതാണല്ലോ ഈ നടത്തുന്നത്, ഇത് നിർത്തവണേ. കർത്താവ് പറഞ്ഞു, അന്നേരമാണ് ഈ 2 തെസ്സലോനിയുടെ വാക്യം എനിക്ക് ഓർമ്മ, എന്നെ ദൈവം ആഴമായി പഠിപ്പിച്ച, ദൈവം അയച്ചിരിക്കുക, അനുവദിച്ചിരിക്കുക. അപ്പോൾ ഈ അനുഗ്രഹം വേണ്ടി ഒരു പൊയ്ക്കൊള്ളട്ടെ, അതുപോലെ ഭൗതിക സമ്പത്ത് വേണ്ടി ഒരു പൊയ്ക്കൊള്ളട്ടെ. ആരുടെ കണ്ണ് ഉന്നതങ്ങളിലേക്ക് ആയിരിക്കുന്നു, ആത്മീയ കാര്യങ്ങളെ ഗ്രഹിപ്പാൻ ആരുടെ ഉൾക്കണ്ണ് തുറന്നിരിക്കുന്നു, അവർ പറയും ഈ ലോകത്തിലുള്ളത് എല്ലാം ചപ്പാണ്, ഒരു വിലയുമില്ല. തിരുവല്ലായിൽ ഞാൻ അന്നമ്മ മാമൻ അവിടെ 2-3 ഏക്കർ സ്ഥലം എന്നോട് പറഞ്ഞു, എന്നെ ശ്യാമൽകുട്ടി എന്നാണ് വിളിക്കുന്നത്. അന്നമ്മ മാമനെ നിങ്ങൾ അറിയുമായിരിക്കും, ഈ പാട്ടെഴുതിയതാണ്, ലോകമാ ഗംഭീര
മാരുതിയിൽ ഉള്ള പാട്ടൊക്കെ എഴുതിയത്. എന്നോട് പറഞ്ഞു, ശ്യാമേൽ കുട്ടി, ഇവിടെ ഇത്രയും വസ്തുവുണ്ട്, 2-3 കെട്ടിടമുണ്ട്, ഇത്രയും തെങ്ങൊക്കെ ഉണ്ട്, നിങ്ങളിവിടെ ഇതെടുക്കണം, ദൈവം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കൊച്ചമ്മയെ പ്രാർത്ഥിക്കാം. ദൈവം പറയുകയാണ്, ഒരു ബുധനാഴ്ചയാണ് പറയുന്നത്, അവിടെ തിരുവല്ലായോ നടന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെ അടുത്ത് തന്നെ. ശനിയാഴ്ച വന്നു, കർത്താവ് പറഞ്ഞോ? ഞാൻ പറഞ്ഞു, ഇതുവരെ എനിക്ക് പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയില്ല. ഞങ്ങളെ 10-40 പേരെ വിളിച്ചോടെ ഒരു പാർട്ടിയൊക്കെ തന്നു. ആ നല്ല വലിയ കെട്ടിടമല്ല, കെട്ടിടം 3 സാധാരണ കെട്ടിടമാണ്, വസ്തുവൊക്കെ ഉണ്ട്, നല്ല എല്ലാ സൗകര്യമുണ്ട്, നല്ലതാണ്. അപ്പൊ കൊച്ചമ്മ പറഞ്ഞു, ഇന്ന് പ്രാർത്ഥന, നാളെ എന്നോട് പറയണം. ഞാൻ ഞായറാഴ്ച രാവിലെ കർത്താവിനോട് ചോദിച്ചു, നിനക്ക് പരദേശിയാകണോ ഇവിടെ ഉറയ്ക്കണോ? ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്ക് പരദേശിയായിരുന്നാൽ മതി. ഞാൻ പറഞ്ഞു, കൊച്ചമ്മയോട് പറഞ്ഞു, കൊച്ചമ്മേ ഞാൻ പരദേശിയായി. അപ്പൊ എന്നോട് ദുഷ്ടാത്മാവാണോ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, കൊച്ചമ്മയോട് ദുഷ്ടാത്മാവല്ല പറഞ്ഞത്, എന്നാൽ എനിക്കത് ആവശ്യമില്ല. കോട്ടയത്ത് അന്തർജനം എന്ന് പറയുന്ന സഹോദരി വന്ന്, ഭാര്യയും ഭർത്താവും വന്ന്, അവിടെ നല്ലൊരു കെട്ടിടവും എല്ലാമായി. ഞാൻ ആ വീടിന്റെ മുകളിലെല്ലാം മറാനാഥ എന്ന് എഴുതി വെച്ചു. ഞങ്ങളെ വിളിച്ചവിടെ വിളിച്ചിട്ട് ഞാൻ പള്ളത്തവിടെ വലിയ യോഗം നടന്നുകൊണ്ടിരിക്കുക. നേരം ഞങ്ങൾക്കെല്ലാം കൂടെ ചായ ഒടുവിൽ പറഞ്ഞു, ഈ കടലാസ് ഒന്ന് സൈൻ ചെയ്യാൻ പറഞ്ഞു. അതെന്തിനാ? ഭാര്യയും ഭർത്താവുണ്ട്, അവർ മക്കളൊന്നുമില്ല. ഈ വസ്തുവും കെട്ടിടമെല്ലാം നിങ്ങൾക്ക് തരാൻ ഞങ്ങൾ തീരുമാനിച്ചു. കോർട്ടിൽ പോയത്തേക്ക് 2 വ്യക്തികളെയും കൊണ്ടുവന്നിട്ടുണ്ട് സാക്ഷികൾക്കായി. അപ്പം നിങ്ങളെവിടെ താമസം? അവിടെ ഒരു ഔട്ട് ഹൗസ് ഉണ്ട്, അവിടെ ഞങ്ങൾ താമസിച്ചോളാം. ഞാൻ പറഞ്ഞ്, കർത്താവ് ഞങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞിട്ടില്ല. ആ സഹോദരൻ മുട്ടുകെ കുത്തിരുന്ന് കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഭാരപ്പെടണ്ട. ഞാൻ പറഞ്ഞത്, എനിക്ക് ദൈവത്തോട് ചോദിക്കാൻ പോലും മനസ്സ് വന്നില്ല. അതും കഴിഞ്ഞിട്ട് അടുത്ത പരീക്ഷയല്ല, ജമ്മു കാശ്മീരിൽ പത്താൻകോട്ട് എന്നൊരു കോൺട്രാക്ടർ, ഹിന്ദു ബ്രാഹ്മൺ, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അദ്ദേഹം അഭിഷേകം പ്രാപിച്ചു. അദ്ദേഹത്തിന് ഒരു മകനേ ഉള്ളൂ. അദ്ദേഹത്തിന് വലിയൊരു കെട്ടിടമുണ്ട്, താൻ ഒരു വലിയൊരു കെട്ടിടമുണ്ട്, 5 ബെഡ്റൂം, കീഴെ 2 ബെഡ്റൂം, ഡ്രോയിങ് റൂം, മേളിൽ 3 ബെഡ്റൂം, വലിയ ഏരിയ ഉണ്ട്, നല്ല കൺവെൻഷൻ നടത്താനുള്ളതുണ്ട്, നല്ല കോമ്പൗണ്ടൊക്കെയാണ് എന്ന് പറഞ്ഞു. ഇത് നിങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം. ഞാനൊരു പാസ്റ്റർ ജേക്കബ് ജോണിനെ പറഞ്ഞു വിട്ടു, പോയി നോക്കി വെച്ചു. ജേക്കബ് ജോൺ ഇങ്ങോട്ട് കണ്ടേച്ചു വന്ന് 2 ചാട്ടം ചാടി പറഞ്ഞു, ഹല്ലേലൂയ, വിശ്വാസവേലയുടെ മാതിരി ഇതാണ്, അവിടെ എല്ലാ കൺവെൻഷനും നടത്താനുള്ള സൗകര്യമുണ്ട്, എത്ര പേര് വന്നാലും താമസിക്കാൻ സൗകര്യമുണ്ട്. ഞാൻ പറഞ്ഞു, ആകട്ടെ, നോക്കാം, നല്ല ജംഗ്ഷനാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി. 3 ആഴ്ച കഴിഞ്ഞ് അദ്ദേഹം വന്നു. ഞാൻ പറഞ്ഞു, സഹോദരാ ഇല്ല. പിന്നെ 2 ആഴ്ച കഴിഞ്ഞ് 18,000 രൂപയും എടുത്തുകൊണ്ട് വന്നു, കോടതിയിൽ ഗിഫ്റ്റിന് സൈൻ ചെയ്യാൻ, എൻ്റെ ഗിഫ്റ്റിന്റെ ചെലവിന് വേണ്ടി. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ്, ഈ സഹോദരൻ ഇങ്ങനെ പറയുന്നല്ലോ, കർത്താവ് ഒരു പരദേശിയായിരിക്കണോ, ഇത് വേണോ? ഞാൻ പറയും, സഹോദര, എനിക്കിത് വേണ്ടെന്ന് പറയാനിടയായി. വളരെ കരഞ്ഞ അദ്ദേഹത്തിന് എന്താ, ദൈവം എൻ്റെ ഗിഫ്റ്റ് സ്വീകരിക്കുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞത് എൻ്റെ പുകഴ്ചയല്ല ഞാൻ പറയുന്നത്, ഉന്നതമായ വിളി ലഭിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ വില മനസ്സിലായി കഴിഞ്ഞാൽ, ഈ ലോകത്തിലുള്ളത് മുഴുവനും ചപ്പും കുപ്പയും ഒരു വിലയുമില്ലാത്തതാണ്. ഈ ലോകത്തിലുള്ളത് എത്ര വലിയ ധനമെന്ന് പറഞ്ഞാലും, ഞാൻ 2-3 കാര്യമേ പറഞ്ഞുള്ളൂ, അതിന് എത്ര കാര്യങ്ങൾ പറയാൻ കിടക്കും, അത് പറഞ്ഞ് സമയം ഒഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ, ഇന്ന് ഈ കാര്യങ്ങൾ അനുഭവിക്കുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ആഴമായ വചനം എത്ര പേരെ ദൈവമക്കളെ പഠിപ്പിക്കുന്നു. ആഴമായ വചനങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് എന്താണ് എന്നുള്ളത്, ദൈവത്തിന്റെ കൂടെ ഏക ശരീരസ്ഥരാകാനുള്ള ഭാഗ്യം ലഭിച്ചല്ലോ എന്ന് പറഞ്ഞാൽ, മഹാനായ ദൈവം, നമ്മുടെ ദൈവം എത്ര വലിയവനാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു. ഒരു പ്രാവശ്യം ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയുണ്ടായി, കർത്താവേ, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 30-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന് 30-ാം വാക്യം വായിച്ചു. എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു, ആകയാൽ ഭയപ്പെടേണ്ട. നിങ്ങളുടെ തലയിലെ രോമമെല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. ഈ വാക്യം ഇപ്പോഴല്ലേ, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാനിങ്ങനെ ചിന്തിക്കും, എന്റെ തലയിലെ രോമത്തിന്റെ എണ്ണമെല്ലാം നിനക്കറിയാമോ? ഇത് ചിലപ്പോൾ ഞങ്ങളെ എൻ്റെ സകല കാര്യങ്ങളും അറിയുന്നതിന് അലങ്കാര ഭാഷയിൽ എഴുതിയിരിക്കുന്നതായിരിക്കും എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാനിരുന്നു, കർത്താവേ, എൻ്റെ തലയിലെ രോമമെല്ലാം നീ എണ്ണിയിരിക്കുന്നുള്ളത് സത്യമാണോ? ഇത് അലങ്കാര ഭാഷയിൽ എഴുതിയിരിക്കുന്നതാണോ? ഇതിൻ്റെ ആഴം എന്താണ്? എന്നെ ഒന്ന് പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനിരുന്നു.
വളരെ ആഴമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വന്നതാണ് 146 സങ്കീർത്തനത്തിന്റെ 4 വാക്യം വായിച്ചാട്ട്. 146:4 എന്നെ ഓർപ്പിച്ചൊരു വചനം. അവന്റെ ശ്വാസം പോകുന്നു. അല്ല, 147 147, ക്ഷമിക്കണേ, 147:4, 146 അല്ല, 147:4. Psalm 147 verse 4. അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു, അവയ്ക്ക് ഒക്കെയും പേർ വിളിക്കുന്നു. ദൈവം നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കി തോമാച്ച ചാക്കോച്ച എന്ന് വിളിക്കുന്ന പോലെ ദൈവം ആരെ വിളിക്കുന്നത്? നക്ഷത്രങ്ങളെ വിളിക്കുന്നത്. തോമാച്ച ഇവിടെ വാ എന്ന് പറയുന്ന പോലെ ദൈവം ആരെ വിളിക്കും? നക്ഷത്രങ്ങളെ വിളിക്കും. അതിനെല്ലാം പേരും കൊടുത്തിട്ടുണ്ട്. ഇത്ര കോടി 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 നക്ഷത്രങ്ങളെ അറിയാവുന്ന ദൈവമേ, പിന്നെ ദൈവം എന്നോട് പറഞ്ഞു, ഇത്ര ചരാചരങ്ങൾ ഒരു കുരികിലിൽ താഴെ വീണാൽ അതുപോലും അവനറിയാതെ വീഴുന്നില്ല. അപ്പോൾ എന്റെ ദൈവമേ, നീ ഇത്ര വലിയവനാണല്ലോ. നിന്റെ മകനായി ജനിക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചല്ലോ. നിന്നോടുകൂടെ ഏക ശരീരസ്ഥനായ എനിക്ക് ഭാഗ്യം ലഭിച്ചല്ലോ. അപ്പൊ ഇതിൽ വലിയ സ്ഥാനം ലോകത്തിൽ ഒന്നുമില്ല. എത്ര വലിയ കിരീടധാരിയായി വന്ന് ഇന്ത്യ സാമ്രാജ്യം മുഴുവനും ഭരിക്കുന്നവനായി തീർന്നാലും ഈ ഉന്നത വിളിയുടെ മുൻപിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സാമ്രാട്ടായിരിക്കുന്നവൻ പോലും നമ്മുടെ ബാഗ് എടുക്കാൻ യോഗ്യതയുള്ളവരല്ല. അത്ര വലിയ ഉന്നത വിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അത് ഗ്രഹിപ്പാനാണ് പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അവരുടെ മുൻപിൽ ഈ ലോകത്തിലുള്ളതായ സകല വസ്തുക്കളും, സകലതും. ഞാൻ നേപ്പാളിൽ കർത്താവിന്റെ വേലയ്ക്കായി പോയി. അവിടെ ബിരട്ട് നഗറിൽ അവിടുത്തെ അന്നത്തെ രാജ്യത്തിന്റെ പ്രമുഖ ഇതായിരുന്നതാ പുള്ളിക്കാരന്റെ ഭാര്യ. പുള്ളിക്കാരൻ 72-ാം വയസ്സ് പുള്ളിക്കാരൻ മരിച്ചു. പുള്ളിക്കാരത്തിന്റെ ഭാര്യ 300 ഏക്കർ സ്ഥലവും ഒരു ഇത്ര 12 ഗണ്ണും ഈ വലിയ തോക്കും 2 വലിയ പുരയും. 300 ഏക്കർ കുറച്ച് മാന്തോട്ടം ഉള്ളതാ. അവിടെ 2 വലിയ പുരയും പിന്നെ ഒരു പെട്ടി നിറയെ സ്വർണം കാണിച്ചു. ഒക്കിയാൽ മുഴുവൻ സ്വർണമാണ്. ഇതെല്ലാം കർത്താവിന്റെ നാമത്തിൽ വേലയ്ക്കായി എന്റെ കാൽക്കൽ കൊണ്ടുവച്ചു. 300 ഏക്കർ സ്ഥലം. ആ സ്ഥലമെല്ലാം ഞാൻ കുറച്ച് പോയി കണ്ടു. വലിയ വീടുകൾ, 2 വലിയ വീടുകൾ, ഇതെല്ലാം. അത് കണ്ടപ്പോൾ ആ സഹോദരിയുടെ ജീവിതം ശരിയല്ലെന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നിന്റെ ഒരു ഗ്ലാസ് വെള്ളം പോലും ഞാൻ കുടിക്കുകയെന്ന് പറഞ്ഞു. അന്ന് തന്നെ സ്ഥലം വിടുവാനിടയായി. ഞാൻ പറഞ്ഞത്, ഇത്ര വലിയ വസ്തുവും അവിടെ ബൈബിൾ കോളേജ് നടത്താനും 300 ഏക്കർ സ്ഥലമാണ്. നേപ്പാളിലെ വലിയ വേല ചെയ്യാൻ ഒരു പ്രയാസവുമില്ല, കുറച്ചൊന്നുമല്ല. ഞാൻ പറഞ്ഞു, നിന്റെ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കുകയെന്ന് പറഞ്ഞ് രാവിലെ തന്നെ അവിടെ യാത്ര തിരിച്ചു 2 വേലക്കാരുമായിട്ട്. ഞാൻ പറഞ്ഞത്, ഈ ലോകത്തിലെ കാര്യങ്ങൾ പ്രിയ ദൈവമക്കളെ നമ്മളെ വിളിച്ച് ആ വിളിയുടെ ആഴമൊന്ന് മനസ്സിലാക്കിയാൽ ദൈവം എത്ര ഉന്നതമായ വിളിയാണ് നമുക്ക് തന്നിട്ടുള്ളത്. നാം അതിന് യോഗ്യരല്ലായിരുന്നു. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ ഇവിടുത്തേതൊന്നിനും ഒരു വിലയുമില്ല. ഞാൻ കുവൈറ്റിലായിരുന്നപ്പോൾ അവിടെ ഒരു പ്രിയ സഹോദരൻ, പുള്ളിക്കാൻ ടൊയാറ്റ കമ്പനിയുടെ മാനേജരാണ്. അവിടുത്തെ സഭയുടെ പാസ്റ്റർ, അവർക്ക് പുള്ളിക്കാരൻ നല്ല കാറുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററോട് പറഞ്ഞു, എന്നെ എപ്പോഴും ശമൽ ഞാൻ തന്നെ എൻ്റെ കാറിൽ കൊണ്ടുപോയിക്കൊള്ളാം, അതിനകത്ത് നല്ല പെർഫ്യൂമൊക്കെ അടിച്ച്. അതുകൂടാതെ എനിക്ക് നടുവിന് വേദന പ്രസംഗിച്ചിട്ട്, അപ്പോൾ പുള്ളിക്കാരൻ്റെ കാറിൻ്റെ സീറ്റിൽ ഈ ഹീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ട്, സ്വിച്ച് ഇട്ടാൽ ഇതൊക്കെ ആവും, കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി. എന്നെ എയർപോർട്ടിൽ നിന്ന് വന്ന് അദ്ദേഹം കൊണ്ടുവന്നു. എല്ലാ മീറ്റിങ്ങിനും കൊണ്ടുപോവുകയാണ്. അപ്പം അവരുടെ വീട്ടിൽ വിളിച്ചു. ഒരു പ്രാവശ്യം ലഞ്ച് തന്നു. ലഞ്ച് തന്നപ്പോൾ പറഞ്ഞു, ഭാര്യയും ഭർത്താവും, ഞങ്ങൾ കൊടൈക്കനാൽ ഞങ്ങൾ കുറച്ചേറെ പണം ഞങ്ങൾ ട്രസ്റ്റ് പോലെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇൻട്രസ്റ്റ് 11,100 രൂപ ഓരോ മാസവും കിട്ടും. ആ ട്രസ്റ്റ് മുഴുവനും പാസ്റ്റർ കൊടുക്കാനായി ദൈവം ഞങ്ങളോട് പറഞ്ഞു. കാരണം പാസ്റ്റർ ഇന്ത്യയിലെ വേലയെക്കുറിച്ചൊന്നും പറയുന്നില്ല, ആവശ്യങ്ങളൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ ഇതമെങ്കിൽ എത്ര രൂപ എന്ന് പറഞ്ഞാൽ മുഴുവൻ തുക, അത് വേണമെങ്കിൽ അത് ഇൻട്രസ്റ്റ് എടുത്തോ അല്ലെങ്കിൽ മുഴുവൻ തുകയും എടുത്തോ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ആരും കഴിച്ചു പോന്നു. അപ്പോൾ വന്ന് വൈകിട്ട് എന്നെ പുള്ളിക്കാരൻ കൊണ്ട്, ഞാൻ ബൈബിൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക, പുള്ളിക്കാരൻ അടുത്ത ഭിത്തിയിൽ ചാരിയിരുന്ന് ഉറക്കമാണ്. ആദ്യ ദിവസം ഉറങ്ങി,
ഞാൻ വിചാരിച്ചു വലിയ ക്ഷീണം കൊണ്ടായിരിക്കും. പിറ്റേ ദിവസവും വൈകിട്ട് ഉറങ്ങി. അപ്പം ഞാൻ അദ്ദേഹം സഹോദരാ നീ സ്വർഗത്തിൽ പോകുമോ എന്ന് ചോദിച്ചു. മലയാളത്തിലാണ് ചോദിച്ചത്. ഇംഗ്ലീഷിലാണ് ക്ലാസ് എടുത്തോണ്ട് അത്തരം മലയാളിയായിരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു സഭയോഗം ബൈബിൾ ക്ലാസ് കഴിഞ്ഞ് വന്ന് കാണണമെന്ന് പറഞ്ഞു. പാസ്റ്റർ അടുക്ക വിളിച്ചു. ഞാൻ ചോദിച്ചു സഹോദരാ പോകുമോ നീ സ്വർഗത്തിൽ? ഉടനെ പറഞ്ഞു സംശയമാ. എന്താ പറഞ്ഞു, ഈ കാർ ബിസിനസ്സിലൊക്കെ കുറച്ച് കള്ളത്തരമൊക്കെ പറയേണ്ടായി വരുന്നുണ്ട്, അതിന് ഉറപ്പില്ല. ഞാൻ പറഞ്ഞു സഹോദരാ നിന്റെ ട്രസ്റ്റിൽ നിന്ന് പണം മുഴുവൻ എനിക്ക് തരാമെന്ന് പറഞ്ഞു. 1 രൂപ എനിക്ക് വേണ്ട, നീ വല്ലയിടത്തും അന്യായമായിട്ട്